ഈ അപകടമുണ്ടായ സ്ഥലത്താണ്. അതിഭീകരമായ കാഴ്ചകളാണ്. പോയാൽ മനസ്സിലാവും, ഒരു മലയുടെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അങ്ങനെ വലിയൊരു ദുരന്തം തന്നെ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. കല്ലും പാറക്കെട്ടുകളും ഒക്കെ ഇപ്പോഴും ചെറിയ രീതിയിൽ താഴ്ഭാഗത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബുദ്ധിമുട്ടിലാക്കുന്നതും. ഒരു ടവർ പോലും അവിടെ തകർന്നു വീഴുന്നതൊക്കെ കാണാം. ഏതായാലും റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു ഫലവത്തായ രീതിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നതാണ്. കാരണം നിരപ്പായ സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന റഡാർ സംവിധാനമാണ് തിരച്ചിലിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കല്ലും മണ്ണും എല്ലാം വീണിങ്ങനെ പല വിധത്തിലായി കിടക്കുന്നത് കൊണ്ട് തന്നെ റഡാർ സംവിധാനം ഉപയോഗിച്ച് കാര്യമായ തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഇടയ്ക്ക് സിഗ്നൽ ലഭിച്ചിരുന്നു, പക്ഷേ അത് ട്രക്കിൻ്റേതല്ല എന്നതുകൂടിയാണ്. എന്തായാലും ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും, ഈ മല ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. അതിന് നേരെ താഴെയായി ഗംഗാവലി പുഴയും കാണാൻ സാധിക്കും. നിരവധി വാഹനങ്ങളടക്കം ഈ പുഴയിലേക്ക് ഒഴുകിപ്പോയിരുന്നു. നമ്മുടെ അർജുൻ്റെ ട്രക്കും ഈ പുഴയിൽ പോയിട്ടുണ്ടാകാമെന്നൊരു സംശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പുഴയിൽ ഇറങ്ങി അടക്കം വിശദമായി തിരഞ്ഞു. അപ്പോഴാണ് പുഴയിലല്ല എന്ന സ്ഥിരീകരണം വന്നത്. GPS-ൻ്റെ സിഗ്നൽ ലഭ്യമായത് മണ്ണിനടിയിൽ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇതേവരെ തെരഞ്ഞുവെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അതിനിടയിൽ ഒരു ശുഭസൂചകമെന്ന വണ്ണം സിഗ്നൽ ലഭിച്ചിരുന്നു. പക്ഷേ അത് ട്രക്കിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് മണ്ണിൻ്റെ ഘടന മാറിയതോ അല്ലെങ്കിൽ വലിയ കല്ലോ പാറയോ ഒക്കെ ആണെങ്കിലും ഈ വിധത്തിൽ സിഗ്നൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് അതുപയോഗിച്ച് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥ വിദഗ്ധ സംഘം പറയുന്നത്. എന്തായാലും നമ്മൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. വളരെ വലിയൊരു ദുരന്തം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നതാണ് ദൃശ്യങ്ങളിൽ അത് കൃത്യമായി മനസ്സിലാകുകയും ചെയ്യും. ഒരു മലയുടെ വലിയൊരു ഭാഗം തന്നെ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് പതിക്കുകയാണുണ്ടായത്. ആ മണ്ണ് ഒരു ഭാഗത്ത് മണ്ണ് നീക്കി റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനടിയിൽ പെട്ടുപോയ ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ്. കോഴിക്കോട് സ്വദേശിയായ അർജുനും അതുപോലെ ബാക്കി 2 പേരും കൂടിയാണ് മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുള്ളത്. ആകെ 3 പേർ, 2 പേർ സമീപവാസികൾ തന്നെയാണ്. ബാക്കിയുള്ള മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 7 പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ സൈറ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാം, ചെങ്കുത്തായ കുന്ന് മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ദേശീയപാതയുടെ ഭാഗത്താണ്. ഈ ദേശീയപാതയിൽ നിന്ന് മണ്ണ് താഴേക്ക് ദേശീയപാതയിലേക്ക് വീണ് തൊട്ടപ്പുറത്തു നിന്നുള്ള ചെറിയൊരു കുന്നും ഇടിഞ്ഞ് 2 സൈഡിൽ നിന്ന് 2 ഭാഗത്തേക്കുള്ള റോഡിലും വീണ ഒരു അവസ്ഥയാണ്. തൊട്ടപ്പുറത്താണ് ഗംഗാവലി പുഴയുള്ളത്. ഈ പുഴയിലേക്കാണ് ഈ മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ച് പോയത്. ഏതായാലും വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മൾ ഈ സ്പോട്ടിൽ പ്രവേശനമില്ലാത്തതിനാൽ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ കൃത്യമായി മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ കാണാം, വല്ലാത്തൊരു അവസ്ഥ തന്നെ. കിലോമീറ്ററോളം ദൂരത്ത് ഒരു കുന്നിടിഞ്ഞ് വീഴുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം വളരെ വലുതാണ്. ഈ വലിയ പാറക്കൂട്ടങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടേക്ക് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനൊക്കെ അടിയിലായിരിക്കാം ഈ ലോറി എന്നുള്ള ഒരു സംശയവും ഒക്കെ ഉണ്ട്. നേരത്തെ ഈ റഡാർ വെച്ചുള്ള പരിശോധനയിൽ ഒരു സാന്നിധ്യം അവിടെ കണ്ടെത്തിയിരുന്നു. ഏതായാലും അത് ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ അപ്പുറത്ത് ഈ GPS സിഗ്നൽ കാണിച്ച ആ ഒരു പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ അവിടെ ചെറിയ സിഗ്നൽ കണ്ടെത്തിയിരുന്നു. അതൊരു പക്ഷേ ലോറിയുടേതാകാം, അല്ലാതിരിക്കാം. അതിനുള്ള ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കും. സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് വെച്ചിട്ട് സാധ്യതയുള്ള ഒരു സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ട്രക്കാണെന്ന് പറയത്തക്ക ഒരു സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഈ മണ്ണിന് വല്ലാതെ വാട്ടർ ക്വാണ്ടിറ്റി ഉണ്ട്, മണ്ണിന് വല്ലാതെ കനമുണ്ട്. ഒരു മഴ പെയ്താൽ ഒരുപക്ഷെ ഇത് വീണ്ടും താഴേക്ക് ഇടിയാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഇവിടെ അതീവ ദുഷ്കരം തന്നെയാണ്. ഏതാണ്ട് 70ഓളം ആളുകൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തന രംഗത്ത് നിൽക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ ഈ മണ്ണിനടിയിൽ ഈ ലോറി കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധനകളൊക്കെ നടക്കുന്നത്. ഏതായാലും ഇവിടെ കാഴ്ചകൾ അതിഭീകരമാണ്. ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഞെട്ടലോടെയല്ലാതെ ഒരാൾക്കും മടങ്ങിപ്പോകാനാവില്ല. ഏതായാലും വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗം എന്നുള്ളത് റോഡിൻ്റെ മറുവശമാണ്. അതായത് 4 വരി പാതയുണ്ടെങ്കിൽ അതിൻ്റെ മറുവശമാണ് ഈ ഭാഗം എന്നുള്ളത്. തൊട്ടപ്പുറത്തെ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്താണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു വശത്തെ റോഡ്
ഈ 4 ദിവസം കൊണ്ട് കുറച്ചെങ്കിലും മണ്ണ് മാറ്റാനായിട്ടുണ്ട്. മറുവശം ഇപ്പോഴും ഇങ്ങനെ മണ്ണ് മൂടി കിടക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് വേഗത വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. ഏതായാലും അതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ കാര്യമായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിനോദ് മറാഴയ്ക്കൊപ്പം KV ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.